MDMA കച്ചവടത്തിന് പിടിയിലായ 3 അധ്യാപികമാർക്കൊപ്പമുള്ള കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം നീളുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു എത്ര കണ്ട് ഗൗരവമായ വിഷയമാണ് ഇത് എന്ന കാര്യം. ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസിനെ ആണ് അറസ്റ്റ് ചെയ്തത്. 1 കോടിയോളം രൂപയുടെ ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള പണമിടപാടാണ് MDMAയുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയത്. ഡെലിവറി ബോയായി ജോലി ചെയ്തു വരികയാണ് ഇയാൾ. അറസ്റ്റിലായ യുവതികളുമായി ഇയാൾ പണമിടപാട് നടത്തിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഈ അന്വേഷണം നടക്കുന്ന നീക്കം. അതിൻ്റെ തുടർ നടപടികൾ MS അനീഷ് കുമാറുണ്ട്. അനീഷ്, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. അതായത് അറസ്റ്റിലായ ഈ അധ്യാപികമാരും മറ്റൊരു യുവതിയും, ഇതിനുമപ്പുറം വലിയ ഗ്രാവിറ്റിയിലേക്ക് ഇത് പോകുന്നു. അപ്പോൾ ഇതിൽ ബന്ധമുള്ള എല്ലാവരിലേക്കും അന്വേഷണം എത്തിക്കഴിഞ്ഞോ? എന്താണ് ഈ വടകര കേസിൽ സംഭവിക്കുന്നത്? സജിത്ത്, ഈ ആദ്യം തന്നെ ഈ ആദ്യ അധ്യാപിക അറസ്റ്റിലായ സമയം മുതൽ തന്നെ ഈ കേസിൻ്റെ ഒരു നീക്കം എങ്ങനെയെന്നൊരു ആകാംക്ഷ ഉയർന്നിരുന്നു. അതായത് കൂടുതൽ അധ്യാപികമാരും ഒപ്പം പ്രമുഖരായ ആളുകളുമൊക്കെ ഈ ചങ്ങലക്കണ്ണിയിൽ ഉൾപ്പെടുമോ എന്ന സംശയം ഉയർന്നിരുന്നു. എന്തായാലും അത് അർത്ഥവത്താക്കുന്ന രീതിയിലാണ് പിന്നീട് 2 അധ്യാപികമാർ കൂടി അറസ്റ്റിലാവുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും അതിനുശേഷമാണ് എങ്ങനെയാണ് ഈ അധ്യാപികമാരിലേക്ക് ഈ മയക്കുമരുന്ന് എത്തിയത്, അല്ലെങ്കിൽ ആരൊക്കെയും ആയാണ് ഈ അധ്യാപികമാർ ഇടപെട്ടിരുന്നത് എന്ന അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോയി. ഇതിൻ്റെ ഭാഗമായാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിജിൻ കുര്യാക്കോസ് അറസ്റ്റിലായത്. ഇയാളുമായി ഏതാണ്ട് 99 ലക്ഷത്തോളം രൂപയുടെ ഇടപാടുകളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ അധ്യാപികമാർ നടത്തിയത്. അതായത് ഇയാളുടെ QR കോഡ്, ഈ UPIയുടെ QR കോഡൊക്കെ ഉപയോഗിച്ച് പോലും ഈ ലഹരി വാങ്ങിയവർ പണം സ്കാൻ ചെയ്ത് നൽകിയെന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ അസ്വാഭാവികമായ രീതിയിൽ ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു. കേവലം 12,000 രൂപയൊക്കെ ശമ്പളത്തിനാണ് ഈ BRCയിലെ പരിശീലകരായ, അല്ലെങ്കിൽ അവിടെ ഈ പല സ്കൂളുകളിലും മാറി മാറിയൊക്കെ കുട്ടികൾക്ക് പലതരം ഈ കായിക വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കുള്ള പ്രത്യേക വിദ്യാഭ്യാസമോ ഒക്കെ നൽകുന്ന ഈ അധ്യാപികമാർ അവർക്ക് തുച്ഛമായ ശമ്പളം മാത്രമാണ് ഉള്ളത്. പക്ഷേ 40 ലക്ഷം രൂപയോളമാണ് ഒരാളുടെ അക്കൗണ്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. മറ്റുള്ള ആളുടെ അക്കൗണ്ടിൽ ഏതാണ്ട് 16 ലക്ഷത്തോളം രൂപ എത്തിയെന്നും കണ്ടിരിക്കുന്നു. ഒപ്പം ഒരുപാട് ആളുകളിൽ നിന്നാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ പണം എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അന്തർ സംസ്ഥാന ബന്ധം ഈ ഇടപാടുകൾക്കുണ്ട് എന്ന കൃത്യമായ ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തുന്നു. ബംഗളൂരു അടക്കമുള്ള ഇടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ആദ്യം പിടിയിലായ കീർത്തനയുടെ ഒരു സുഹൃത്ത് മംഗലാപുരത്തുള്ള ആളാണ് ആദ്യം ഈ ഇടപാടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അയാളിൽ നിന്നാണ് ഈ മയക്കുമരുന്ന് കീർത്തനയ്ക്ക് ലഭിക്കുന്നത്. പിന്നീട് ഈ കീർത്തന കാവ്യയുമായും നീഷ്മയുമായും ഒക്കെ ഉറ്റബന്ധം പുലർത്തുകയും അവരും കൂടി ഈ മയക്കുമരുന്ന് വലയിലേക്ക് എത്തുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യം ഉപയോഗം തുടങ്ങുന്നു, പിന്നീട് ഇതിൻ്റെ കച്ചവടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം അങ്ങേയറ്റം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് ഇവരുടേത്. അതുകൊണ്ട് ഒരു കുറുക്കു വഴിയിലൂടെ പണം കണ്ടെത്താനുള്ളൊരു മാർഗം എന്ന രീതിയിൽ തന്നെയാണ് ഈ മയക്കുമരുന്ന് കടത്തിന് ഇവർ കാണുകയും ചെയ്ത് ഒരുപാട് ആളുകൾ ഇവർക്ക് പണം അയച്ചു നൽകിയിട്ടുണ്ട്. അങ്ങനെ പണം അയച്ച് നൽകുന്നവർക്ക് ഈ വാട്സാപ്പ് വഴി ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നു. പിന്നീട് ലൊക്കേഷനിൽ എത്തുമ്പോഴാണ് അവിടെ ഈ ലഹരി കൈമാറാനുള്ളവരെത്തുകയും അങ്ങനെ കൈമാറപ്പെടുകയും ചെയ്തത്. എന്തായാലും ഒരു ഡെലിവറി ബോയായി ജോലി ചെയ്ത് വരികയായിരുന്നു ഈ ജിജിൻ കുര്യാക്കോസ് എന്നയാൾ. അയാൾ തന്നെയാണ് ഈ മയക്കുമരുന്നിൻ്റെയും ഡെലിവറി ബോയിയായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും വലിയ ഒരു ഗൂഢാലോചനയും വലിയ ഒരു ശൃംഖലയും ഈ മയക്കുമരുന്ന് കടത്തിന് പിന്നിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അല്പസമയത്തിനകം നോർത്ത് IG-യും ഒപ്പം റൂറൽ SP-യും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ പല വിവരങ്ങളും അവരിന്ന് പുറത്തുവിട്ടേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്ത്, അതിശക്തമായ മഴയാണ് വടക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അനീഷ, അതിനിടയിൽ നിന്നുകൂടിയാണ് സാഹചര്യം വിശദീകരിച്ചത്. എന്തായാലും MDMA കേസിൽ ആണിപ്പോൾ അന്വേഷണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം പിന്നിട്ട് മുന്നോട്ട് പോകുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.